പ്രകാശ് ജാവ്ദേക്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച വിവാദത്തിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ടയെങ്കിലും ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദവും ചർച്ചയാകും. ഇ.പി. ജയരാജനെതിരെ നടപടി വേണമെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗത്തിന്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. അജീഷ്, ഈ കൂടിക്കാഴ്ച കുരുക്കാകുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അത് എത്രത്തോളം നിർണായകമാണ്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വിവാദങ്ങളിൽ CPIക്ക് കടുത്ത അതൃപ്തി കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ EPS സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരു ആവശ്യമടക്കം പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമോ അജീഷ്? ശ്രീലക്ഷ്മി, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം CPM-നെ വെട്ടിലാക്കിയ ഏറ്റവും വലിയ വിവാദമായിരുന്നു ഇ.പി. ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച സമ്മതിച്ച ഇ.പി.യുടെ നടപടി വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാകാമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് CPM നേതൃത്വത്തിനുള്ളത്. എന്തായാലും ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട ഈ വിവാദ യോഗത്തിൽ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്യും. ഇ.പി. ജയരാജനെതിരെ നടപടി വേണമെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം നേതാക്കൾക്കും ഉള്ളത്. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലും ഈ തെരഞ്ഞെടുപ്പ് ദിവസം അത് തുറന്ന് സമ്മതിച്ചാലും CPIക്കും കടുത്ത അമർഷമുണ്ട്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയം തന്നെ നേരത്തെ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. മുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കിയ ഇ.പി. ജയരാജൻ ഈ കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിലും CPIക്ക് വിയോജിപ്പുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും എന്തായാലും ഇന്ന് അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. ശരി, അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.